രാഹുൽ ഗാന്ധി കാരണം ഒരു ബാർബറുടെ ജീവിതം തന്നെ മാറിയിരിക്കുകയാണ്. കേട്ടപ്പോൾ ഞെട്ടിയോ? എങ്കിൽ സംഭവം സത്യമാണ്. ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ ഒരു ബാർബർ ഷോപ്പ് ഉടമയുടെ ജീവിതമാണ് രാഹുൽ കാരണം മാറിയിരിക്കുന്നത്. സംഭവം രസകരമാണ്. നേരത്തെ രാഹുൽ ഗാന്ധി മുടിവെട്ടാനും താടിയൊന്ന് ട്രിം ചെയ്ത് ഒതുക്കാനും വേണ്ടി ഈ ബാർബർ ഷോപ്പിൽ എത്തിയിരുന്നു. രാഹുൽ ഗാന്ധി അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ കടയിലേക്ക് വരുന്നത്. രാഹുൽ വന്നു പോയതിനു ശേഷം ഈ ബാർബർ ഷോപ്പിൽ സന്ദർശകരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. നിരവധി പേരാണ് ഇവിടേക്ക് മുടി വെട്ടാനടക്കം എത്തുന്നത്. തന്റെ കടയിലേക്ക് ഇത്രയും വലിയൊരു നേതാവ് വരുമെന്ന് താൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്നാണ് ബാർബർ ഷോപ്പ് ഉടമ മിഥുൻ കുമാർ പറയുന്നത്. ഏതായാലും ന്യൂ മുംബൈ ദേവി ഹെയർ കട്ടിംഗ് സലൂണിന്റെ ഉടമയായ മിഥുൻ കുമാറിന് ലോട്ടറി അടിച്ച അവസ്ഥയാണിപ്പോൾ. രാഹുലിന്റെ സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങൾ കൂട്ടത്തോടെ തന്റെ കടയിലേക്ക് വരുന്നതായി മിഥുൻ പറയുന്നു. കടയിൽ വരുന്ന ഉപയോക്താക്കളുടെ എണ്ണം കൂടിയിട്ടുണ്ടെന്ന് ജോലിക്കാരനും പറഞ്ഞു. മുൻപ് 10 പേരാണ് വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ 15 പേർ വരെ വരുന്നുണ്ടത്രേ. കൂടാതെ ഒരുപാട് ഫോൺ കോളുകളും വരുന്നുണ്ട്. റായ്ബറേലിയിലെ ലാൽഗഞ്ചിലാണ് ഇയാൾക്ക് കടയുള്ളത്. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് രാഹുൽ വന്നതെങ്കിലും രാഷ്ട്രീയത്തെക്കുറിച്ചോ തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ അല്ല രാഹുൽ സംസാരിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. സൈന്യത്തിലേക്കുള്ള അഗ്നിവീർ റിക്രൂട്ട്മെന്റ് സ്കീമിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആ നിമിഷം അഗ്നിവീർ റിക്രൂട്ട്മെന്റ് സ്കീം റദ്ദാക്കുമെന്നും രാഹുൽ ഉറപ്പു നൽകുകയുണ്ടായി. കോൺഗ്രസിന്റെ മഹാലക്ഷ്മി യോജനയെ കുറിച്ച് രാഹുൽ മിഥുന് വിശദീകരിച്ചു കൊടുത്തു. ദരിദ്ര കുടുംബങ്ങൾക്ക് മാസം 1 ലക്ഷം നൽകുന്ന പദ്ധതിയാണിത്. റായ്ബറേലിക്ക് എന്താണ് വേണ്ടതെന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം. തൊഴിലാണെന്നായിരുന്നു മിഥുന്റെ മറുപടി. അഗ്നിവീർ പദ്ധതി പിൻവലിക്കണമെന്നും മിഥുൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ രാഹുൽ ഉറപ്പു നൽകിയിട്ടുണ്ട്. അതേസമയം രാഹുൽ ഇവരുമായി സംസാരിക്കുന്നതിന്റെ വീഡിയോ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്. ഏതായാലും രാഹുൽ തന്റെ പ്രചരണം കൊഴുപ്പിക്കുകയാണ്. മെയ് 20-നാണ് റായ്ബറേലി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സോണിയാഗാന്ധി 2 പതിറ്റാണ്ടായി പ്രതിനിധീകരിക്കുന്ന മണ്ഡലം രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. സോണിയക്കെതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച ദിനേശ് പ്രതാപ് സിംഗിന് ഇത് റായ്ബറേലിയിൽ 2ാം ഊഴമാണ്. ഓരോ തവണയും വർദ്ധിക്കുന്ന വോട്ട് വിഹിതം ഇക്കുറി വിജയമാകുമെന്ന് BJPയും കരുതുന്നുണ്ട്. അമേഠിയേക്കാൾ നഗര സ്വഭാവമുള്ള മണ്ഡലമാണ് റായ്ബറേലി. വലിയ കെട്ടിടങ്ങൾ, തെരുവുകൾ, വാഹനങ്ങൾ, വ്യവസായശാലകൾ. ഈയിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എയിംസ് ഉദ്ഘാടനം ചെയ്തിരുന്നു. 8 ദേശീയ പാതകളുടെ ജോലികളും നടക്കുന്നുണ്ട്. തലമുറകളായി ഗാന്ധി കുടുംബത്തിന്റെ കുത്തക മണ്ഡലമായ ഇവിടെ സോണിയയ്ക്കു പകരം രാഹുൽ ഗാന്ധിയെ ഇറക്കാൻ കോൺഗ്രസ് ഉത്തരേന്ത്യൻ ഹൃദയഭൂമിയെ കൈവിട്ടിട്ടില്ലെന്ന് പറയുകയാണ്. ഗാന്ധി കുടുംബത്തിന്റെ കുത്തകയായ റായ്ബറേലി ഇത്തവണ എന്തു വില കൊടുത്തും നേടുമെന്ന ലക്ഷ്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഓരോ നീക്കവും.